നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിച്ചു. 6 മണിവരെയാണ് സമയമെങ്കിലും ബൂത്തുകളിൽ വരി നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ട്. 5 മണിവരെ 62.31 ആണ് പോളിംഗ് ശതമാനം. വ്യാപക സംഘർഷമുണ്ടായ ബംഗാളിലെ കേതുഗ്രാമിൽ തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഒടുവിലത്തെ കണക്കുകൾ എങ്ങനെയാണ്? ഉന്മേഷ്, വൈകിട്ട് 5 മണി വരെയുള്ള കണക്കുകളാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആ കണക്കുകൾ അനുസരിച്ച് 62.31% പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തണുത്ത പ്രതികരണമാണ് ഈ 4ാം ഘട്ടത്തിൽ വോട്ടർമാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തവണയും ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. 75.66% പശ്ചിമ ബംഗാളിലെ പോളിംഗ്. മധ്യപ്രദേശിലും സാമാന്യം മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 68.1% മധ്യപ്രദേശിലെ പോളിംഗ്. ജാർഖണ്ഡിൽ 63% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലും 68.04% പോളിംഗ്. ഈ 4ാം ഘട്ട വോട്ടെടുപ്പിനിടയിലും പശ്ചിമ ബംഗാളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. വ്യാപകമായി തന്നെ അട്ടിമറി ഉണ്ടായതായുള്ള ആരോപണങ്ങൾ BJPയും തൃണമൂൽ കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന ഘട്ടമാണ് പശ്ചിമ ബംഗാളിൽ ഇത്തവണയും ഉള്ളത്. കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അദിർ രഞ്ജൻ ചൗധരി മത്സരിക്കുന്ന ബേരംപൂർ ഈ ഘട്ടത്തിലാണ് വരുന്നത്. സമാനമായി തന്നെ ആന്ധ്രാപ്രദേശിലും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറിയുണ്ടെന്ന ആരോപണവുമായി വോട്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഈ വോട്ടെടുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജമ്മു കശ്മീരിൽ 35% മാത്രമാണ് പോളിംഗ് എങ്കിലും സമാധാനപരമായാണ് പോളിംഗ് മുന്നോട്ട് പോകുന്നതെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി LDF-ൽ തർക്കം. 2 സീറ്റിൽ ഒരെണ്ണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPI-യും കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ അവകാശമുന്നയിച്ചു. പരസ്യ പ്രതികരണം നടത്തി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. സീറ്റിനു വേണ്ടി ആരും ആവശ്യമുന്നയിച്ചിട്ടില്ലെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും LDF നേതൃത്വം വ്യക്തമാക്കി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് അധ്യക്ഷൻ ജോസ് കെ മാണിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമുമാണ് ജൂലൈ 1-ാം തീയതി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. നിലവിലെ നിയമസഭയിലെ അംഗബലമനുസരിച്ച് 2 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. M സ്വരാജ് അടക്കമുള്ളവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇടതുമുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ബിനോയ് വിശ്വം ഒഴിയുമ്പോൾ ആ സീറ്റ് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നാണ് CPI-യുടെ വാദം. ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. വിവാദങ്ങൾക്കില്ലെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ സീറ്റ് LDF-ൽ CPI-യുടെ സീറ്റാണ്. ആ CPI-ക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് മുന്നണി യോഗത്തിൽ പറയുമെന്നും പരസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും ജോസ് കെ മാണിയും പറഞ്ഞു. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDF-ലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ച LDF നേതൃത്വം വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം ആരംഭിച്ചതായാണ് സൂചന. 24 തിരുവനന്തപുരം. കനത്ത ചൂടിന് ആശ്വാസമായി കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ വർഷം കാലവർഷം നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. മെയ് 19 കാലവർഷം എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ മെയ് അവസാന പാദത്തിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷം രൂപം കൊള്ളുക. ഇക്കൊല്ലം മഴ നേരത്തെ എത്തും. കൊടും ചൂടിന് ആശ്വാസമായി അടുത്ത 5 ദിവസം കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്.
കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിലൊഴികെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും കേരള തീരത്തും രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. മുംബൈയിൽ ശക്തമായ മഴയും പൊടിക്കാറ്റും. ഉച്ചയോടെയാണ് ചൂടിന് ആശ്വാസമായി മഴയെത്തിയത്. വഡാലയിൽ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇരുമ്പ് ഫ്രെയിം തകർന്നു വീണു. ഗാഡ് കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലംപതിച്ചു. ആളപായമില്ല. മുംബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് മാതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. S ശ്യാംകുമാറുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷെ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് സിദ്ധാർത്ഥന്റെ മാതാവ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നും ഇത് കേസന്വേഷണത്തെ അട്ടിമറിക്കുമെന്നുള്ളതാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഹർജിയാണ് കോടതിയിൽ നിന്ന് സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതികൾക്കെതിരായിട്ട് സിദ്ധാർത്ഥന്റെ കുടുംബം കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. S ശ്യാംകുമാർ, കൊച്ചിയിൽ നിന്ന്. CBSE 10ാം ക്ലാസ് +2 പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6%, +2വിന് 87.98% വിജയം. വിജയ ശതമാനത്തിൽ തിരുവനന്തപുരം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത്. CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 93.6% പേരും വിജയിച്ചു. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ 0.48% വർധനയുണ്ട്. പരീക്ഷ എഴുതിയ 99.75% പേരും ജയിച്ച തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. +2 പരീക്ഷയിൽ 87.98% വിജയ ശതമാനം. മേഖലകളിൽ 99.91% വിജയം നേടിയ തിരുവനന്തപുരമാണ് +2 ഫലത്തിലും ഒന്നാമത്. വിജയവാഡ 2ഉം ചെന്നൈ 3ഉം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ വിജയ ശതമാനത്തിൽ 0.65 വർധനവാണ് ഉണ്ടായത്. ഈ വർഷവും പെൺകുട്ടികൾ ആൺകുട്ടികളെ പിന്നിലാക്കി. പെൺകുട്ടികളുടെ വിജയ ശതമാനം 91.52%, ആൺകുട്ടികളുടേത് 85.12%. മികച്ച രീതിയിൽ പരീക്ഷ പൂർത്തിയാക്കാനും സമയക്രമം അനുസരിച്ച് ഫലം പ്രഖ്യാപിക്കാനും കഴിഞ്ഞെന്നും CBSE അറിയിച്ചു. 24 ഡൽഹി. +1ന് അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. +1 പ്രവേശനത്തിൽ പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. +1 സീറ്റ് ഒരു പ്രതിസന്ധിയില്ല. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഉറപ്പ് നൽകും. ബാക്കിയുള്ള പ്രതിഷേധവും ആരോപണവും ഒക്കെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിലൊക്കെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ബാച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷവും ചെയ്തു, ഈ വർഷവും ചെയ്യും. ഇന്ത്യ മുന്നണിയുടെ അടിസ്ഥാനം തന്നെ അഴിമതിയെ സാർവത്രികമാക്കലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി വാരാണസിയിൽ റോഡ് ഷോയും നടത്തി. ഇന്ത്യ സഖ്യം ജൂൺ 4-ന് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് വാരാണസിയിലെ പ്രധാനമന്ത്രിയുടെ റാലി. 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബീഹാറിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഇന്ത്യ മുന്നണിയുടെ അടിത്തറ അഴിമതിയാണെന്ന് കുറ്റപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അഗ്നിപഥ് പദ്ധതിയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ ഗാന്ധി
രാജ്യത്ത് 2 തരം ജവാന്മാരെ സൃഷ്ടിച്ചതായി കുറ്റപ്പെടുത്തി. नरेंद्र मोदी ने 2 तरीके के जवान बना दिए हैं. एक जो गरीबों का बेटा होगा, दलितों का, आदिवासियों का, पिछड़ों का, गरीब जनरल कास्ट परिवारों का बेटा होगा, माइनॉरिटी का बेटा होगा, और दूसरा जो अमीर घर का बेटा होगा. അധികാരത്തിലെത്തിയാൽ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലാണ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 24 ഡൽഹി. ചില വാർത്തകൾ ചുരുക്കത്തിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ഹേമന്ത് സോറന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. പ്രചാരണം മൗലിക അവകാശമല്ല എന്ന് കോടതി. പത്തനംതിട്ട നിരണത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സർക്കാർ ഫാമിലെ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കും. നാളെ രാവിലെ 8 മണിക്ക് കള്ളിംഗ് ആരംഭിക്കുമെന്ന് കളക്ടർ. മഹാരാഷ്ട്രയിലെ ഗജ്റോളിയിൽ 3 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. മഹാരാഷ്ട്ര പോലീസിലെ C-60 കമാൻഡോസാണ് ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയത്. കാസർഗോഡ് ചിറ്റാരിക്കൽ 25-ൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗ ശൂന്യമായ കിണറ്റിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ ലഭിച്ചത്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഗായകൻ സന്നിധാനന്ദനെതിരെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം. ഉഷാകുമാരി എന്ന യുവതിയുടെ പ്രൊഫൈലിൽ നിന്നാണ് അധിക്ഷേപ പോസ്റ്റ്. വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് പിൻവലിച്ച് ഉഷാകുമാരി ക്ഷമ പറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയത് വേദനയുണ്ടാക്കിയെന്ന് സന്നിധാനന്ദൻ 24നോട് പ്രതികരിച്ചു. സന്നിധാനന്ദനും ഭാര്യയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചാണ് അധിക്ഷേപം. സന്നിധാനന്ദന്റേത് കോമാളി വേഷമെന്നും കണ്ടാൽ അറപ്പുളവാക്കുമെന്നുമാണ് കുറിപ്പ്. മുടി നീട്ടി വളർത്തിയതിന് ഗായകൻ വിധു പ്രതാപനെതിരെയും ടോപ്പ് സിംഗറിലെ കുട്ടിപ്പാട്ടുകാരനെതിരെയും പോസ്റ്റിൽ അധിക്ഷേപ പരാമർശമുണ്ട്. ചെറുപ്പം മുതൽ താനിത് നേരിടുന്നുണ്ടെന്നും നിരവധി സത്യഭാമമാർ സമൂഹത്തിലുണ്ടെന്ന് ഈ അനുഭവം ഓർമ്മപ്പെടുത്തിയെന്നും സന്നിധാനന്ദൻ 24നോട് പറഞ്ഞു. ഇത് ഇങ്ങനെ പറയുമ്പോൾ പറയുന്നവരുടെ മനസ്സ് എന്തോരം അഴുക്കുള്ളതാണ്. ഞാൻ ക്ഷമിച്ചു, പക്ഷേ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മനസ്സുണ്ടായി. പക്ഷേ എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചില്ല. എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നവർക്കെതിരെ നമ്മൾ പറയണം. ഇത് സമൂഹത്തിൽ ഇത്ര ആൾക്കാരുടെ ഈ പ്രബുദ്ധത ഇല്ലായ്മ എന്ന് വേണം പറയാൻ. ഇതിനെ വെറുത്ത് അവർ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ മാനസിക അസുഖം വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നവർ ഇനി ആരെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പറയാൻ ഉദ്ദേശിക്കുന്നവരുടെ നാവ് വീണ്ടും അകത്തേക്ക് തന്നെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അധിക്ഷേപ പരാമർശത്തിൽ നിലവിൽ പരാതി നൽകേണ്ടെന്നാണ് സന്നിധാനന്ദന്റെ തീരുമാനം. ഗാനരചയിതാവ് BK ഹരിനാരായണൻ അടക്കം നിരവധി പേർ സന്നിധാനന്ദന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷം തടവും ശിക്ഷ. 2.25 ലക്ഷം രൂപ പിഴയൊടുക്കണം. കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടറെ രോഗിയുടെ കൂട്ടിരിപ്പുകാരി കയ്യേറ്റം ചെയ്തെന്ന് പരാതി. മർദ്ദനമേറ്റത് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജാൻസി ജെയിംസിന്. സംസ്ഥാനത്ത് വീണ്ടും TTEക്ക് നേരെ ആക്രമണം. മാവേലി എക്സ്പ്രസിൽ മർദ്ദനമേറ്റത് രാജസ്ഥാൻ സ്വദേശി വിക്രം കുമാർ മീണയ്ക്ക്. മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനം. 4000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലയിൽ 600 ആക്റ്റീവ് കേസുകൾ നിലവിലുണ്ട്. ചാവക്കാട് തീരത്ത് ബോട്ടിലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കപ്പൽ കസ്റ്റഡിയിലെടുത്തു. സാഗർ യുവരാജ് എന്ന കപ്പലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.